എൻ്റെ പേര് ജാൻസി ഏലിയാസ്. പിന്നെ കൊരട്ടി. എനിക്കൊരു ഭവനം ഉണ്ടായിരുന്നില്ല, സ്വന്തമായിട്ടൊരു ഭൂമി ഉണ്ടായില്ല. അതിൽ വളരെ വിഷമമായിരുന്നു. പുറമ്പോക്കിലായിരുന്നു കുറേ നാളായിട്ട് കിടന്നിരുന്നത്. അങ്ങനെ എൻ്റെ ഭർത്താവ് വന്നു, ഇവിടെ വന്നു 2017 ഉടമ്പടി എടുത്തു. അതിനുശേഷം ഞങ്ങളും നിരന്തരമായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവിൻ്റെ അടുത്ത്. അതുവരെ ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. മാതാവിൻ്റെ അടുത്ത് ഇവിടെ വരാനോ ഒന്നും അറിയില്ലായിരുന്നു. ഇവിടെ വന്ന് അതിനുശേഷം ഞാൻ ആ പ്രാർത്ഥന എന്നും 5:30 മണിയാകുമ്പോൾ ഞാൻ ചെല്ലും. അങ്ങനെ മാതാവ് ഞങ്ങൾക്ക് അത്ഭുതകരമായ ഒരു ഭൂമി മേടിക്കാനും അതിൽ ആ ഭൂമിയിൽ ഒരു ഭവനം വയ്ക്കാൻ ഞങ്ങൾക്ക് എങ്ങനെ സാധിക്കും എന്ന് ഞങ്ങൾ വിഷമമായിരുന്നു. ആ ഭൂമിയിൽ ഒരു ഭവനം വയ്ക്കണം എന്ന് വളരെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ മോനൊരു സ്വന്തമായിട്ടൊരു വീടില്ലാത്തതുകൊണ്ട് 32 വയസ്സായിട്ടും ഒരു വിവാഹം നടക്കാൻ പറ്റാതെ വിഷമമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മോന് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അക്കൗണ്ടൻ്റായിട്ട് പഠിച്ചിരുന്ന ജോലി ചെയ്തിരുന്ന ഒരു ചെറിയ സ്ഥാപനത്തിൽ ആ ജോലി പോയി. അപ്പോൾ അങ്ങനെ വിഷമമായിരുന്നു എൻ്റെ മോൻ്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക്. അങ്ങനെ എൻ്റെ മോൻ്റെ ആ നാട്ടിലുള്ളവരെന്നെ പുറത്തേക്ക് പോകാനുള്ളൊരു ചാൻസ് ശരിയാക്കി തന്നു. അധികം പൈസയൊന്നും ഇല്ലാതെ തന്നെ വിസയൊക്കെ ശരിയാക്കി തന്നു. പോകേണ്ട പ്ലെയിൻ ടിക്കറ്റ് മാത്രം കിട്ടിയാൽ മതി. അങ്ങനെ എൻ്റെ മോൻ പുറത്ത് പോയി. അതിലൊരു കടബാധ കൂടാതെ ഒരു ഭവനം വെച്ച് തരണം എന്നായിരുന്നു എൻ്റെ മാതാവിനോടുള്ള എനിക്കുള്ള പ്രാർത്ഥന. അതേമാതിരി അമ്മ എനിക്കൊരു ഭവനം വെച്ച് തന്നു. ഞങ്ങൾ ലോൺ എടുക്കാൻ പോയപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ എനിക്ക് അധികം കടബാധ കൂടാതെ എനിക്ക് ഭവനം വെച്ച് തരണം. എൻ്റെ അവസ്ഥ അറിയാൻ. എൻ്റെ ഭർത്താവ് ഒരു മദ്യപാനിയാണ്. എൻ്റെ മക്കൾ 2 പേരും അതെല്ലാം വെച്ച് നീ വീട്ടേണ്ടത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതേമാതിരി അധികം കടബാധ കൂടാതെ തന്നെ 2.5 ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക്. 10 ലക്ഷം രൂപ ചോദിച്ചിട്ട് 2.5 ലക്ഷം രൂപ തന്നുള്ളൂ. ഭൂമിക്ക് അധികം വീതിയൊന്നും ഇല്ലാത്ത കാരണം. അപ്പോൾ അങ്ങനെ ആ ഭൂമിയിൽ വീട് വയ്ക്കാൻ നേരത്തും ഭയങ്കര തടസ്സമായിരുന്നു. അപ്പുറത്തിപ്പുറത്തുള്ള വീട്ടുകാർ ഞങ്ങളെ ഒരുപാട് തടസ്സപ്പെടുത്തി. 2 അപ്പുറത്തിപ്പുറത്തേക്ക് ഹിന്ദു ആയിരുന്നു, ഞങ്ങൾ നടുക്ക് ക്രിസ്ത്യൻസ് ആണെന്ന് പറഞ്ഞൊരു വിഷമമായിരുന്നു അവർക്ക്. അങ്ങനെ എനിക്കും ഭയങ്കര വിഷമമായി. ഞാൻ ആ ഭൂമി വിൽക്കാൻ വേണ്ടി കുറേ നോക്കി, നടന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും വന്ന് മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് ഉടമ്പടി എടുത്തു. ആ തിരി കൊണ്ടുപോയി ഞാൻ മാതാവിൻ്റെ തിരി കൊണ്ടുപോയി ആ ഭൂമിയിൽ കൊണ്ടുപോയി ആ തറ കെട്ടിയിട്ടിട്ട് 3 വർഷമായിട്ടും വീട് വയ്ക്കാൻ പറ്റുന്നില്ല. ആ തറയിൽ കൊണ്ട് ഞാൻ ആ തിരി കത്തിച്ച് കരഞ്ഞ് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ ആ തിരി ആളിക്കത്തി ഒരു സുഗന്ധമാരി വന്നു. അപ്പം തന്നെ എനിക്ക് തോന്നി അതാവ് ഇതിൽ ഇടപെട്ടിട്ടുണ്ട്, എനിക്കിനി ഇതിൽ വീട് വയ്ക്കാൻ പറ്റും എന്നുള്ള ആ അവസ്ഥയിൽ ഞാൻ എൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നമുക്ക് വീട് പണി തുടങ്ങാം മോനെ, മാതാവ് അതിൽ ഇടപെട്ടിട്ടുണ്ട്. മമ്മി പോയി അതിൽ തിരി കത്തിച്ച് പ്രാർത്ഥിച്ചു, അമ്മയുടെ ഒരു സുഗന്ധമാരി വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ചേട്ടനായിട്ട് സംസാരിച്ച് കോൺട്രാക്റ്റ് കൊടുക്കുന്ന ജോലിക്കാരനായിട്ട്. ആ ചേട്ടൻ പറഞ്ഞു ശരി ഞാൻ വന്ന് നോക്കാം എന്ന് പറഞ്ഞു. ആ ചേട്ടൻ വന്ന് നോക്കി. ഞങ്ങളുടെ അടുത്ത് അധികം പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും 2.5 ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് ലോണ് കിട്ടിയുള്ളൂ. ആ പൈസ വെച്ച് അങ്ങനെ എൻ്റെ മോൻ വിദേശത്ത് പോയി. എൻ്റെ മോന് അവന് പൈസ അടിച്ചു തന്നു. അധികം അവന് ശമ്പളം ഇല്ലെങ്കിലും 60,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നു. അതിൽ അവൻ്റെയൊക്കെ ചിലവ് കഴിഞ്ഞ് ബാക്കി പൈസ അടിച്ചു തരും. അങ്ങനെ 1 വർഷത്തിനുള്ളിൽ ആ വീട്ടിൽ ഞങ്ങൾ കയറി താമസിച്ചു. മനോഹരമായൊരു വീട്, 1100 സ്ക്വയർ ഫീറ്റിലൊരു വീട് അമ്മ മാതാവ് പണിത് തന്നു. 20 വർഷത്തിനോളം ഞങ്ങളൊരു ഭവനമില്ലാതെ ഞങ്ങൾ കിടക്കുകയായിരുന്നു. സ്വന്തമായൊരു ഭൂമിയും ഭവനമില്ലാതെ കിടക്കുകയായിരുന്നു. അമ്മ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു അത്. അതേമാതിരി തന്നെ 2ാമത്തെ സാക്ഷ്യം, എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ കാലിന്മേൽ ഒരു അളമാതിരി ഒരു കുരുവായിരുന്നു. ആ കുരു പല സ്ഥലത്തും കൊണ്ടുപോയി മേമ കൊണ്ടുപോയി ആശുപത്രിയിലും ഡോക്ടറെ അടുത്തും കൊണ്ടുപോയി കാണിച്ചു. എവിടെയും ഒരു ഇതുമില്ല. പഴുപ്പും ചെലും ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് സ്മെല്ലുകൊണ്ട് അടുത്തേക്ക് അടുക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അടുത്തേക്ക് മേമ വന്നു. ഞാൻ കൊണ്ടുവന്നു അമ്മയുടെ ഉപ്പും ആ വെള്ളത്തിലിട്ട് ഞാൻ എൻ്റെ മേമയുടെ കാല് കഴുകും. അങ്ങനെ ആ വ്രണം ഞാൻ കോഴിപ്പപ്പോണ്ടൊക്കെ എണ്ണയൊക്കെ പുരട്ടി കൊടുക്കും. ഒരു കുഴമ്പുണ്ടായിരുന്നു, അതൊക്കെ പുരട്ടി കൊടുക്കും. ഈ അമ്മയുടെ ഉപ്പിട്ട് ആ വെള്ളം തിളപ്പിച്ച് ഞാൻ കാല് കഴുകി. അങ്ങനെ 7 ദിവസമായപ്പോഴേക്കും അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിലും മേമ കാലത്ത് എനിട്ടിരുന്ന് പ്രാർത്ഥിക്കും.
അങ്ങനെ ആ 7-ാം ദിവസമായപ്പോഴേക്കും ആ വ്രണം ചെറുതാക്കി അങ്ങനെ ദശ വന്ന് അടഞ്ഞ് ആ മേമ നടന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പോയി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മേമയ്ക്ക് ഇത് സുഖമായി കഴിഞ്ഞാൽ ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന്. അതേമാതിരി എൻ്റെ മേമയ്ക്ക് സാക്ഷ്യപ്പെടുത്താൻ കുറച്ച് വൈകിപ്പോയി. ഇപ്പോൾ 3-4 വർഷത്തോളമായി സാക്ഷ്യപ്പെടുത്തിയതിന് മാതാവിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അതേമാതിരി തന്നെ എൻ്റെ മോൻ പിന്നെ കൊറോണ സമയത്ത് ബൈക്കിൽ യാത്ര ചെയ്തു പോകുമായിരുന്നു. അന്ന് ബസ്സിന് കുറച്ച് ഇതായിരുന്നു, യാത്രയ്ക്ക് ട്രെയിനൊക്കെ ഇല്ലല്ലോ. അപ്പോൾ ബൈക്കിൽ വേറെ ഒരാളുടെ ബാക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത്താണിയിൽ വെച്ച് ഹൈവേയിൽ വെച്ച് ഒരു അമ്മാമ റോഡ് ക്ലോസ് ചെയ്തപ്പോഴും തന്നെ ബൈക്ക് ചവിട്ടിയ വഴി എൻ്റെ മോൻ ബാക്കിൽ നിന്ന് അങ്ങനെ തെറിച്ച് റോഡിലേക്ക് വീണു. ബാക്കിൽ എൻ്റെ മോൻ്റെ ബാഗ് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മോന് ഒരു കുഴപ്പവും ആ നേരത്തെ ഒരു വണ്ടി പോലും വന്നില്ല. എൻ്റെ മോൻ ഒരു കുഴപ്പം പോലും ഇല്ലാതെ, ഒരു പോറൽ പോലും ഇല്ലാതെ അമ്മ മാതാവ് കാത്തു. അതിന് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അതേമാതിരി എൻ്റെ മോൻ്റെ വിവാഹത്തിന് ഭയങ്കര തടസ്സമായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എപ്പോഴും ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, എൻ്റെ മോൻ്റെ ഒരു വിവാഹം അമ്മ നടത്തി തരണം. 32 വയസ്സായി. മെട്രോമണിയിലൊക്കെ പറയുമ്പോൾ അവർ പറയും 30 വയസ്സ് കഴിഞ്ഞാൽ വേണ്ട എന്നാണ് എല്ലാവരും പറയുന്നത്. ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് ക്യാൻസർ ആയിരുന്നു, എനിക്ക് സുഖമില്ലായിരുന്നു. വയറിനൊരു അസുഖം, വേദന, വിഷമം, തളർച്ച വന്നപ്പോൾ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ ക്യാൻസറുടെ തുടക്കമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് ഇവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി ഓപ്പറേഷത്തിന് പോയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാനൊരു അടയാളം ഇട്ടിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്ക് എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ അമ്മ അനുവദിക്കരുത് എന്ന്. അതേമാതിരി ഓപ്പറേഷൻ കഴിഞ്ഞ് എന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി, 2-3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി എവിടെ വരെ എൻ്റെ സ്റ്റിച്ച് ഉണ്ട് എന്ന്. അതേമാതിരി ആ അടയാളം ഇട്ടതിൻ്റെ മുകളിലേക്ക് എൻ്റെ സ്റ്റിച്ച് ഉണ്ടായിരുന്നില്ല, അതിൻ്റെ താഴേക്ക് ഉണ്ടായുള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നും ഞങ്ങൾ കണ്ടത്രയ്ക്കില്ല എന്ന് പറഞ്ഞു. അതിന് മാതാവിനെ ഈശോയ്ക്ക് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ മോന് ജോലി ഇല്ലാതെ ഇരുന്നപ്പോൾ എൻ്റെ മോന് വിദേശത്ത് ജോലി കിട്ടി, അമ്മ അനുഗ്രഹിച്ചു, അതിന് നന്ദി പറയുന്നു. അവൻ തന്നെ എൻ്റെ മോൻ്റെ വിവാഹം തടസ്സമായിരുന്നു. ആ തടസ്സം അമ്മ മാതാവ് ഒരു മോളെ ഈ 3 മാസത്തിൻ്റെ ലീവിനാണ് എൻ്റെ മോൻ വന്നത്. ആ 3 മാസം കഴിഞ്ഞ് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ മോൻ ലീവ് കഴിഞ്ഞ് പോവുകയാണ് അമ്മേ, എൻ്റെ മോനൊന്നും കല്യാണം ശരിയായില്ല കേട്ടോ അമ്മ എൻ്റെ മോൻ്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല അമ്മയെന്ന് കുറിച്ച് ഞാൻ കാലത്ത് എന്നും ഇരുന്ന് കരയും. അതേമാതിരി വീണ്ടും എൻ്റെ മോൻ 1 മാസം കൂടി ലീവ് എടുത്തു. അങ്ങനെ എൻ്റെ മോൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വഴിയായി മാതാവ് ഒരു മകളെ BS നേഴ്സായ ഒരു മകളെ കൊണ്ടുവന്ന് വന്ന് 2 ആഴ്ച കൊണ്ട് എൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞു. ഈ 8-ാം തീയതി ആയിരുന്നു കല്യാണം, ഒക്ടോബർ 8-ാം തീയതി. ഇന്ന് ഞാൻ എൻ്റെ മോളെ ഞാൻ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തിരി കത്തിച്ച് നേർച്ചയിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞയച്ചവരെ. അവർക്ക് എളുപ്പം പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അത്യാവശ്യമായിട്ട്. അതുകൊണ്ട് അവർ പോയി. അതേമാതിരി അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു.